ഹായ് എവരിവൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളത് ബയോകെമിക്കൽ ടെക്നിക്സിനകത്തുള്ള MCQs ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ബേസിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡൺ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം റേഡിയോ വേവ്സ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, UV ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ബേസിസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. Which among the following has a frequency range of 500 kHz to 1000 MHz? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് വരുന്നുള്ളത് റേഡിയോ വേവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? റേഡിയോ വേവ്സിനാണ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്? കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേസിനാണ്. ഇനി ഫ്രീക്വൻസി എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും എനർജി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UHF? അൾട്രാ ഹൈ ഫ്രീക്വൻസി കേട്ടോ. അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് ഏത് വരിക? UHF വരിക. UHF. ഓക്കെ. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോവേവ്? മൈക്രോവേവിൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോളാർ സെൽസ്, ഓവൻസ്, റേഡിയോ തെറാപ്പി, ബർഗ്ലാർ അലാംസ്. നമുക്കറിയാം മൈക്രോവേവ് ഓവൻസിലാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ, കുക്കിംഗ് പർപ്പസിനൊക്കെ. ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഹീറ്റ് വേവ്സ്. ഹീറ്റ് വേവ്സ് എന്ന് കൂടി അറിയപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏതാണ്? റേഡിയോ വേവ് ആണോ, ഗാമ വേവ് ആണോ, എക്സ്റേ ആണോ, ഇൻഫ്രാറെഡ് വേവ് ആണോ? ഇവിടെ കറക്റ്റ് വരിക ഇൻഫ്രാറെഡ് വേവ്സ് ആണ് ഹീറ്റ് വേവ്സ് എന്നുകൂടി അറിയപ്പെടുന്നത്. പിക്ക് ഔട്ട് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഹൈലി ഹാംഫുൾ ടു ഹ്യൂമൻസ്. നമ്മുടെ ഹ്യൂമൻസിന് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ് ഒന്നും നമുക്ക് അത്രക്ക് ഹാംഫുൾ അല്ല. കറക്റ്റ് വരിക UV ആണ് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് എന്തുണ്ട്? ഒരു ഓസോൺ ലെയർ ഉണ്ട്. അതാണ് UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഓസോൺ ലെയർ അവിടെ ഇല്ലെങ്കിൽ ആ UV റേസൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തും. അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്കിൻ ക്യാൻസർ, അതുപോലെ തന്നെ കണ്ണിനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്തിന് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏത് റേ ആണത്? UV റേ. പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫ്രം ദ ഫോളോവിങ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണ്? ഗാമ റേസിനാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും നോക്കിയേ, എല്ലാ ഓപ്ഷനകത്തും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനർജി ഗാമ റേസിനാണോ നോക്കിയേ? അല്ല, ഏറ്റവും കൂടുതൽ UVക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഗാമ റേസ്, അതിന് ശേഷം ആരാ വരിക? ഗാമ റേസ് കഴിഞ്ഞിട്ട് UV വരണം, പിന്നെ വിസിബിൾ വരണം, പിന്നെ ഇൻഫ്രാറെഡ് വരണം, പിന്നെ മൈക്രോവേവ്സ് വരണം. അപ്പോൾ ഓപ്ഷൻ B ആയിരിക്കും കറക്റ്റ് വരിക. ഒരിക്കലും വിസിബിൾ കഴിഞ്ഞിട്ട് UV വരില്ല, പകരം UV കഴിഞ്ഞിട്ടാണ് വിസിബിൾ വരിക. ഇവിടെ UV കഴിഞ്ഞിട്ട് വിസിബിൾ കഴിഞ്ഞിട്ട് മൈക്രോ കഴിഞ്ഞിട്ട് ഇൻഫ്രാറെഡ് വന്നു. ശരിക്കും ഇൻഫ്രാറെഡ് കഴിഞ്ഞിട്ടാണ് മൈക്രോ വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, ഓപ്ഷൻ B ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ട്രാവൽ ഇൻ വാക്യൂം? നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം തന്നെ വാക്യൂത്തിലൂടെ ട്രാവൽ ചെയ്യും. റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യും, ഗാമ വേവ്സ് ട്രാവൽ ചെയ്യും, ഇൻഫ്രാറെഡ് വേവ്സ് ട്രാവൽ ചെയ്യും. ആര് ട്രാവൽ ചെയ്യില്ല? ഇൻഫ്രാസോണിക് വേവ്സ് ട്രാവൽ ചെയ്യില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ മാക്സിമം ഫ്രീക്വൻസി? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? ഗാമ റേസിനാണ്. വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് റേഡിയോ വേവ്സിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണ്? ഗാമ റേസിനാണ്. നെക്സ്റ്റ്, ഇൻ ദ വിസിബിൾ സ്പെക്ട്രം ദ കളർ ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത്. നമ്മൾ വിബ്ജിയോർ എന്ന് പഠിച്ചു അല്ലേ, വിബ്ജിയോർ. ഇതിനകത്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആൾ റെഡാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ആൾ വിബ്ജിയോർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. റെഡിൽ നിന്ന് വയലറ്റിലോട്ട് വരും തോറും വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ വിബ്ജിയോറിൽ നിന്ന് Vയിൽ നിന്ന് Rലോട്ട് പോകും തോറും എന്താണ്? ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ട് പോവാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ചെസ്റ്റ് ആൻഡ് ഡെൻ്റൽ സ്കാൻസ്?
ഇങ്ങനെ ചോദിക്കില്ലായിരിക്കും, എങ്കിലും ഞാൻ കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻ എടുത്തതാണ്. ചെസ്റ്റ് ആൻഡ് ഡെൻ്റൽ സ്കാൻസ്. സ്കാനിങ്ങിനൊക്കെ സാധാരണ ഏതാ എടുക്കുക? എക്സ്റേസ് ആണ് എടുക്കുക. അപ്പോൾ റേഡിയോ വേവ്സും IR അല്ല, പകരം എക്സ്റേ ആണ്. ഹാർഡ് എക്സ്റേ ആണോ സോഫ്റ്റ് എക്സ്റേ ആണോ? ഇവിടെ സോഫ്റ്റ് എക്സ്റേ ആണ് ചെസ്റ്റിൻ്റെയും ഡെൻ്റൽ സ്കാൻസിനകത്തും വരുന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു മെഷർ? നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കാത്ത എന്ത്? ഫ്രീക്വൻസി, റേഡിയൻസ്, ലൂമിനൻസ്, ബ്രൈറ്റ്നസ്. ഇവിടെ മെഷർ ചെയ്യാൻ സാധിക്കാത്തത് ബ്രൈറ്റ്നസ് ആണ്, ഇംപ്രാക്ടിക്കൽ ആണ്. ഓക്കെ, ഇംപ്രാക്ടിക്കൽ ടു മെഷർ. ഓക്കെ, ഇംപ്രാക്ടിക്കൽ ടു മെഷർ ഏതാണ്? ബ്രൈറ്റ്നസ് ആണ്. ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ വേവ് ട്രാവൽസ് ഇൻ വൺ സൈക്കിൾ. നമ്മുടെ വേവ് ഒരു സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ വേവ്സ് ഒരു സൈക്കിളിനകത്ത് ട്രാവൽ ചെയ്യുന്നില്ല, ആ ഡിസ്റ്റൻസ് ആണ് ഇത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ സോഴ്സ് അല്ലാത്തത് ഏതാണ്? ഏതൊരു ഒബ്ജക്റ്റും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റും എന്താണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡീസ് എന്താണ്? ഒരു സോഴ്സാണ്. ലൈറ്റ് ബൾബ്, സണ്ണ്, ഇതൊക്കെ ഒരു സോഴ്സാണ്. പക്ഷെ ബുക്സ് ഒരു സോഴ്സ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ അണ്ടറിൽ വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. കാരണം ഒരുപാട് സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു പ്രചോദനമാവുന്നുള്ളത്, കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് നമ്മുടെ കലോരിമീറ്ററിലെയും അതുപോലെ തന്നെ ഇലക്ട്രോ ഫോർസസ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ അണ്ടറിൽ വരുന്നുള്ള കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫോട്ടോമീറ്റേഴ്സ്, അതായത് നമ്മുടെ കലോരിമീറ്ററി ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്? ഫോട്ടോമീറ്റേഴ്സ്. ദ റീഡിങ്സ് ഓഫ് ദ സ്പെസിമെൻസ് ആർ ഇനീഷ്യലി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് പാരാമീറ്റേഴ്സ്? റീഡിങ്സ് നമ്മുടെ സ്പെസിമെനിൽ നമ്മൾ എന്താണ് അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി, കോൺസെൻട്രേഷൻ ഒക്കെ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത്. കളർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഇത് കലോരിമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ആ ലോസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ റീഡിങ്സ് ഓഫ് ദ സ്പെസിമെൻ ആർ ഇനീഷ്യലി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്? കറക്റ്റ് വരിക ട്രാൻസ്മിറ്റൻസ് ആണ്. ഒരു കളേർഡ് സൊല്യൂഷൻ ഉണ്ടാവും. ഇതിലൊരു പർട്ടിക്കുലർ വേവ് ലെങ്ത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷൻ കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ള ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റാണ് നമ്മൾ മെഷർ ചെയ്യുന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് യൂസ്ഡ് ഇൻ സ്പെക്ട്രോസ്കോപ്പി? സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലൈറ്റിന് നമ്മളിങ്ങനെ കളേർഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യും, എന്നിട്ട് അത് പകുതിയല്ല കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിന് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കളേർഡ് സൊല്യൂഷനിലേക്ക് വരുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റിന് ഒരു സോഴ്സ് ഉണ്ടായിരിക്കണമല്ലോ. അതേതാണ് ക്വസ്റ്റ്യൻ? ലേസർ ആണോ, ട്യൂബ് ലൈറ്റ്, സോഡിയം വേപ്പർ ലാമ്പ്, ടങ്സ്റ്റൺ ലാമ്പ്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക ടങ്സ്റ്റൺ ലാമ്പാണ് കേട്ടോ. ഇപ്പോൾ കലോരിമീറ്ററിൻ്റെ കേസിൽ ടങ്സ്റ്റൺ ലാമ്പും ഹാലോജൻ ലാമ്പ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടങ്സ്റ്റൺ ലാമ്പ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹാലോജൻ ലാമ്പ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ബിയേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു. അതായത് നമ്മൾ ബിയേഴ്സ് ലോയും ലാംബേർട്സ് ലോയും രണ്ട് ലോ ആണ് കലോരിമീറ്ററിൻ്റെ കേസിൽ വരുന്നുള്ളത്. അപ്പോൾ ബിയേഴ്സ് ലോയിനകത്ത് എന്താ പറയുന്നത്? ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ അല്ലേ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് വിത്ത് കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് നമ്മുടെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും കേട്ടോ. ഇപ്പോൾ ലൈറ്റ് വേണ്ട, ഇൻറ്റൻസിറ്റി ഓഫ് കളർ എന്ന് എഴുതിക്കോളൂ. ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കളറും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ലാംബേർട്സ് ലോ ആണ്. ഇവിടെ എന്താണ്? ലാംബേർട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് തന്നെയാണ്, ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു. ഇവിടെ ഏതാണ്? ലാംബേർട്സ് ലോ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാംബേർട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. നെക്സ്റ്റ്, ബിയർ ലാംബേർട്സ് ലോ, രണ്ടും ഒരുമിച്ച് കൂടിയിട്ടാണ്. ബിയർ ലാംബേർട്സ് ലോ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോവിങ്? ഇവിടെ റിഫ്ലക്റ്റഡ് റേഡിയേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, സ്കാറ്റേർഡ് റേഡിയേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, എനർജി അബ്സോർപ്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, എനർജി അബ്സോർപ്ഷൻ ആൻഡ് റിഫ്ലക്റ്റഡ് റേഡിയേഷൻ. ഇവിടെ കറക്റ്റ് വരിക എനർജി അബ്സോർപ്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ബിയർ ലാംബേർട്സ് ലോ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നത് എന്താണ്? എനർജി അബ്സോർപ്ഷനും അതുപോലെ തന്നെ കോൺസെൻട്രേഷനുമാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ, ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, സി ആണോ ഡി ആണോ എന്ന്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വേസ് അബ്സോർപ്ഷൻ ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്മിറ്റൻസ്?
ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് അബ്സോർപ്ഷൻ ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്മിറ്റൻസ്. നമ്മളൊരു കളേർഡ് സൊല്യൂഷനകത്ത് 100% അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലേ. ഇനി ഒരു സൊല്യൂഷനകത്ത് 0% ആണ് അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ 100% ലൈറ്റും ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവർ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അബ്സോർപ്ഷൻ ഈസ് ലോഗരിതം അല്ല, അബ്സോർപ്ഷൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ട്രാൻസ്മിറ്റൻസ്, അബ്സോർപ്ഷൻ ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റൻസ്. ഇവിടെയാണ് കറക്റ്റ് വരിക. അബ്സോർപ്ഷൻ ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റൻസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രിസം ഇൻ മോണോക്രോമാറ്റേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈറ്റിൽ നമ്മുടെ സാമ്പിളിനകത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ആ ലൈറ്റ് പാസ് ചെയ്യുന്നുള്ള ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ്. നമ്മൾ ഓരോ കോമ്പൗണ്ട്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ വേവ് ലെങ്ത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റിനെ മാത്രം നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സോഴ്സിൽ നിന്ന് വരുന്ന ഇതാണ് സോഴ്സ് എങ്കിൽ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകും, ഒരു ഫിൽറ്ററിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു മോണോക്രോമാറ്റിക് ഫിൽറ്ററിലോട്ട് പോകും. ആ ഫിൽറ്ററിന് ശേഷമാണ് എങ്ങോട്ട് പോകുന്നുള്ളത്, നമ്മുടെ സാമ്പിളിലോട്ട് ലൈറ്റ് എത്തുന്നുള്ളത്. ഈ ഫിൽറ്ററിലെത്തുമ്പോൾ ഈ ലൈറ്റിന് എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് എന്താണ് നമുക്ക് വേണ്ടഡ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിൽ ലൈറ്റ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്യും. ആ വേണ്ട ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ മാത്രമേ പാസ് ചെയ്തിടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മോണോക്രോമാറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ഈസ് നോൺ ഓവർലാപ്പിംഗ്. ഡിസ്പേർഷൻ നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കും, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വിച്ച് ടെക്നിക് സെപ്പറേറ്റ്സ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് യൂസിങ് ഇലക്ട്രിക് ഫീൽഡ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുക? ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ഡെവലപ്പ് ചെയ്ത ആളാണ് ടിസെലിയസ്. ദ സ്പീഡ് ഓഫ് മൈഗ്രേഷൻ അയോൺസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മുടെ മോളിക്യൂൾസ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകും അല്ലേ. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കല്ല, അതിൻ്റെ ചാർജ് അനുസരിച്ചിട്ട്, അതിൻ്റെ സൈസ് അനുസരിച്ച്, അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ മോളിക്യൂൾസ് മൈഗ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സ്പീഡ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസിനകത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മുടെ അയൺസിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് മോളിക്യൂൾ, മാസ് ഓഫ് മോളിക്യൂൾ വരുന്നില്ല, അപ്പോൾ ബിയും സിയും ഡിയും നമുക്ക് കട്ട് ചെയ്യാം. ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും ഷേപ്പ് ഓഫ് മോളിക്യൂളാണ് കറക്റ്റായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് മൈഗ്രേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. ലോ വോൾട്ടേജ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് ഹൈ മാസ് മോളിക്യൂൾസ്. ലോ വോൾട്ടേജ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് ഇവിടെ കറക്റ്റ് വരിക. എന്താണ് റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. എന്താണ് ട്രൂ അബൌട്ട് ദ മൈഗ്രേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ഇലക്ട്രോഫോറസിസിനകത്ത് നമ്മുടെ മോളിക്യൂൾസിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആ പാർട്ടിക്കിൾസിൻ്റെ എന്താണ് മൈഗ്രേഷനാണ് നടക്കുന്നത്. ആ മൈഗ്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. നെക്സ്റ്റ്, ഈ ഇലക്ട്രോഫോറസിസ് അപ്പാരറ്റസിനെ കുറിച്ചാണ്. വാട്ട് ഡസ് ദ ഇലക്ട്രോഫോറസിസ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ്? ഇലക്ട്രോഫോറസിസ് അപ്പാരറ്റസിനകത്ത് എന്തുണ്ടാവും? ഒരു ഇലക്ട്രോഫോറസിസ് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു പവർ പാക്ക് ഉണ്ടാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. എന്താണ് ഒരു ഇലക്ട്രോഫോറസിസ് യൂണിറ്റ്? അതിനകത്താണ് നമ്മുടെ ജെല്ല് വെക്കുന്നുള്ളതും ബഫർ എടുക്കുന്നുള്ളതും എല്ലാ കാര്യങ്ങളും ആ ഇലക്ട്രോഫോറസിസ് യൂണിറ്റിനകത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു പവർ പാക്ക് കൂടി ഉണ്ടാവും. നെക്സ്റ്റ്, ഇഫ് പ്രോട്ടീൻസ് ആർ സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദർ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി ദെൻ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഈസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഉണ്ട് അല്ലേ. SDS പേജ് ഉണ്ട്, അതുപോലെ തന്നെ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉണ്ട്. അങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഇലക്ട്രോഫോറസിസ് ഉണ്ട്. ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ. അഫിനിറ്റി ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ഫ്രീ ഫ്ലോ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഏതാണ്? SDS പേജ്. അക്കോർഡിംഗ് ടു ദർ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി നമ്മൾ ഏത് ടൈപ്പ് യൂസ് ചെയ്യും? SDS പേജ് യൂസ് ചെയ്യും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മുടെ മോളിക്യൂൾസിനുള്ള ആ മൊബിലിറ്റി അല്ലെ, മൂവ്മെൻറ്റ്, അതിനെ റേറ്റ് ഓഫ് മൂവ്മെൻറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഏതൊക്കെയാണ്? മോളിക്കുലാർ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യും, ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡ് ചെയ്യും, സൈസ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ് ചെയ്യാത്തത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് മോളിക്യൂളാണ്. മോളിക്യൂളിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷേ മോളിക്കുലാർ വെയിറ്റും ഷേപ്പും സൈസും ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വെൻ ഈസ് ഇലക്ട്രോഫോറസിസ് നോട്ട് യൂസ്ഡ്. ഇലക്ട്രോഫോറസിസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്തത്? സെപ്പറേഷൻ ഓഫ് പ്രോട്ടീൻസിൻ്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട്, ന്യൂക്ലിക് ആസിഡ്സിന് യൂസ് ചെയ്യാറുണ്ട്, അമിനോ ആസിഡ്സിന് യൂസ് ചെയ്യാറുണ്ട്.
പക്ഷേ ലിപ്പിഡ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യില്ല. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ സെപ്പറേഷന് വേണ്ടി നമ്മൾ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഉണ്ട്, പേജ്, SDS പേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനകത്ത് ന്യൂക്ലിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാത്തത് SDS പേജാണ്. SDS പേജ് നമ്മൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ നമ്മൾ SDS പേജിനകത്ത് ചെയ്യില്ല, കോമൺ ആയിട്ട് നമ്മൾ പേജിനകത്താണ് ചെയ്യുക. പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിനകത്താണ് ചെയ്യുക. The fluorescent dye such as ethidium is used for visualizing DNA. Ethidium bromide ആണ് കേട്ടോ. Ethidium bromide is used for visualizing DNA. How do ethidium binds to DNA? അതായത് നമ്മൾ ഇലക്ട്രോഫോറസിസ് പഠിച്ചു, അതിനകത്ത് ആ ജെല്ല് റൺ ചെയ്യിക്കുമെന്ന് പറഞ്ഞു. ആ റൺ ചെയ്യിച്ച ജെല്ലിനെ നമ്മൾ UV ട്രാൻസ് ഇല്യൂമിനേറ്ററിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ആ DNA ബാൻഡ്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ആ DNA ബാൻഡ്സ് എന്തുകൊണ്ടാണ് ക്ലിയർ ആയി കാണാൻ പറ്റുന്നത്, ആ DNAനെ നമ്മൾ എത്തീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്തീഡിയം ബ്രോമൈഡ് ഒരു സ്റ്റെയിനാണ്, അല്ലെങ്കിൽ ഒരു ഡൈ ആണ്, ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈ ആണ്. അതിനെ നമ്മൾ DNAയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, സാമ്പിളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് DNA ബാൻഡ്സ് കൃത്യമായിട്ട് UV ഇല്യൂമിനേറ്ററിൽ വെക്കുമ്പോൾ കാണുന്നുള്ളത്. അപ്പോൾ ഈ എത്തീഡിയം ബ്രോമൈഡ് എങ്ങനെയാണ് നമ്മുടെ DNA മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ സാമ്പിളിൽ എത്തീഡിയം ബ്രോമൈഡിനെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എത്തീഡിയം ബ്രോമൈഡും DNA നമ്മൾ എങ്ങനെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, ദേ ആർ ഇൻ്റർകാലേറ്റഡ് ബിറ്റ്വീൻ ദ സ്റ്റാക്ക്ഡ് ബേസസ്. ഇൻ്റർകാലേറ്റഡ് ബിറ്റ്വീൻ ദ സ്റ്റാക്ക്ഡ് ബേസസ്. അപ്പോൾ UV ട്രാൻസ് ഇല്യൂമിനേറ്ററിൽ നമുക്ക് DNA ബാൻഡ്സിനെ കാണണമെങ്കിൽ എത്തീഡിയം ബ്രോമൈഡുമായിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ ആ എത്തീഡിയം ബ്രോമൈഡ് എങ്ങനെയാണ് നമ്മുടെ DNA ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, ദേ ആർ ഇൻ്റർകാലേറ്റഡ് ബിറ്റ്വീൻ ദ സ്റ്റാക്ക്ഡ് ബേസസ്. നെക്സ്റ്റ്, അഗാരോസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ്. നമ്മൾ അഗാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, റെഡ് ആൽഗയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. 4 പേര് കാണുന്നുണ്ടല്ലേ, ഇതിനകത്ത് കറക്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഗ്രേസിലേറിയ എസ്കുലൻറ്റസ്. ഗ്രേസിലേറിയ എസ്കുലൻറ്റസിൽ നിന്നാണ് നമ്മൾ അഗാരോസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഇലക്ട്രോഫോറസിസ് കനോട്ട് ബി യൂസ്ഡ് ടു സെപ്പറേറ്റ്. ഇലക്ട്രോഫോറസിസ് നമ്മൾ DNA ഇവിടെ ഓപ്ഷനിൽ നമ്മൾ DNAനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, RNAനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, പ്രോട്ടീനും യൂസ് ചെയ്യാറുണ്ട്. അമിനോ ആസിഡാണ് പിന്നെയും കറക്റ്റായിട്ട് ഇതിനകത്ത് വരുന്നുള്ളത്, ഈ ക്വസ്റ്റ്യനകത്ത് കറക്റ്റ് ആൻസർ വരുന്നുള്ളത്. നെക്സ്റ്റ്, ഇലക്ട്രോഫോറസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് സൊല്യൂട്ട്സ് ബേസ്ഡ് ഓൺ. ചാർജ്ഡ് സൊല്യൂട്ട്സിൻ്റെ സെപ്പറേഷനാണ് ഇത് ഇലക്ട്രോഫോറസിസ്. എന്തിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റീനെ ബേസ് ചെയ്തിട്ട്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ ചാർജിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മോളിക്യൂൾസിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോഫോറസിസ് പ്രോസസ്സിനകത്ത് നമ്മുടെ സൊല്യൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഇലക്ട്രോഫോറസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ആഡിങ് ദ മിക്സ്ചർ ഓഫ് സൊല്യൂട്ട് ടു ബി സെപ്പറേറ്റഡ് യൂസിങ് എ മീഡിയം വിച്ച് കണ്ടക്ട്സ്. ഇതാണ് ഇലക്ട്രോഫോറസിസിനകത്ത് നമ്മൾ എന്താണ്, ഇപ്പോൾ നമുക്കൊരു മിക്സ്ചർ ഓഫ് സൊല്യൂട്ട് എടുത്തു, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ ഇതിനകത്ത് ഏതുകൊണ്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇലക്ട്രോഫോറസിസിനകത്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം അല്ലേ, ആ മീഡിയം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ ചോദ്യം. നെക്സ്റ്റ്, ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സൊല്യൂട്ട് മൈഗ്രേറ്റ്സ് ടുവേർഡ്സ് ഡാഷ് ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളത് പോസിറ്റീവ് ചാർജായിട്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സൊല്യൂട്ട് മോളിക്യൂൾസ് നെഗറ്റീവ് ഇലക്ട്രോഡിലുമായിട്ടുമാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്. എന്താണ്, ഓപ്പോസിറ്റ് പോൾസിലേക്കാണ് കേട്ടോ, ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ഷൻ. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർ പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടുമാണ് മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പോസിറ്റീവ്ലി ചാർജ്ഡ് സൊല്യൂട്ട് ആയിരുന്നു, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരിക നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ്. നെക്സ്റ്റ്, ദ ന്യൂട്രൽ സൊല്യൂട്ട്സ് ഷോസ് നോ മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ്. ഇലക്ട്രോഫോറസിസിനകത്ത് നമ്മുടെ ന്യൂട്രൽ സൊല്യൂട്ട്സ് ഒരു മൂവ്മെൻറ്റും കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നോ മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ് അപ്ലൈഡ് പ്രഷർ അല്ല, കറണ്ട് അല്ല, മോളിക്കുലാർ വെയിറ്റ് അല്ല, ബിക്കോസ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അവർക്ക് എന്തില്ല, ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അവരൊരു മൂവ്മെൻറ്റും കാണിക്കില്ല. അതാണ് ഏത് പറയുന്നുള്ളത്, ഇതിനകത്തുള്ള ആൻസർ. നെക്സ്റ്റ്, ഇൻ ദ പ്രോസസ് ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ് ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ഇൻ ടു. നമ്മൾ പറഞ്ഞു നമ്മുടെ ജെല്ലിനകത്ത് ഇങ്ങനെ ബാൻഡ്സ് ആയിട്ട് എന്തിനെ കാണും, നമ്മുടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കാണും. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ, ബാൻഡ്.
25th, for the separation of DNA by electrophoresis, which of the following method is commonly used? DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അഗാരോസ് ഡെൽ ഇലക്ട്രോഫോറസിസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പേജ് ഇവിടെ ഇരിക്കട്ടെ. DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് അഗാരോസ് ആണ്. അപ്പോൾ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ? വെർട്ടിക്കലാണ് കേട്ടോ, സോറി ഹൊറിസോണ്ടലാണ് കേട്ടോ, ഹൊറിസോണ്ടൽ. അഗാരോസ് ഹൊറിസോണ്ടലാണ് നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. SDS പേജ് നമ്മൾ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ, അത് വെർട്ടിക്കലാണ് കേട്ടോ, അത് വെർട്ടിക്കലാണ്. അഗാരോസ് ഹൊറിസോണ്ടലാണ്. നെക്സ്റ്റ്, സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് യൂസ്ഡ് ഇൻ SDS പേജ് ഈസ്. നമ്മൾ SDS പേജ് എന്ന് പറഞ്ഞത് പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു അല്ലേ. അതിനകത്ത് SDS എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഡിറ്റർജൻ്റാണ്, ഒരു ആനിയോണിക് ഡിറ്റർജൻ്റാണ് ഏത്, ഈ സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ആൻ SDS പേജ്, ഈ SDS പേജിനകത്ത് നമ്മുടെ പ്രോട്ടീൻസ് ആർ ഡീനേച്ചേർഡ് ബൈ ദ SDS. പ്രോട്ടീൻസ് ഹാവ് ദ സെയിം ചാർജ് ടു മാസ് റേഷ്യോ. സ്മോളർ പ്രോട്ടീൻസ് മൈഗ്രേറ്റ് മോർ റാപ്പിഡ്ലി ത്രൂ ദ ജെൽ. ഓൾ ദ എബോവ്. SDS പേജിനകത്ത് നമ്മൾ SDS ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലേ, അത് ഡീനേച്ചർ ചെയ്തിട്ട് എല്ലാത്തിനും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്, ഡീനേച്ചർ ചെയ്തിട്ട് ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഏതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, SDS നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്രോട്ടീൻസ് ആർ ഡീനേച്ചേർഡ് ബൈ ദ SDS, അത് കറക്റ്റ്. നെക്സ്റ്റ്, പ്രോട്ടീൻസ് ഹാവ് ദ സെയിം ചാർജ് ടു മാസ് റേഷ്യോ. ഇനി ഈ SDS പേജിനകത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോട്ടീൻസിനും എന്താണ്, സെയിം ചാർജ് ടു മാസ് റേഷ്യോ ആണ്, അതും കറക്റ്റാണ്. നെക്സ്റ്റ്, സ്മോളർ പ്രോട്ടീൻസ് മൈഗ്രേറ്റ് മോർ റാപ്പിഡ്ലി ത്രൂ ദ ജെൽ അല്ലേ. സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസിന് പെട്ടെന്ന് ഇങ്ങേറ്റത്തുനിന്ന് ഇങ്ങേറ്റത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അവർ മോർ റാപ്പിഡ്ലി നമ്മുടെ ജെല്ലിലൂടെ എന്താണ് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക, ഓൾ ദ എബോവ്. അപ്പോൾ ഇതിലാണ് ഇലക്ട്രോഫോറസിസിലെ ക്വസ്റ്റ്യൻസ്. നമുക്കിനി അടുത്ത ടെക്നിക്സ് നോക്കാം. നെക്സ്റ്റ്, the unit that compares the biological effectiveness of the different types of radiation is the എന്താണ്, ബയോളജിക്കൽ എഫക്റ്റീവ്നെസ്, നമ്മുടെ റേഡിയേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ്റെ ബയോളജിക്കൽ എഫക്റ്റീവ്നെസ് കമ്പയർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഇതാണ് കേട്ടോ, REM ആണ്, റോ ആൻറ്റിജൻ ഇക്വലൻ്റ് മാൻ, അതാണ് കറക്റ്റ് വരിക. നെക്സ്റ്റ്, ദ അബ്രിവിയേഷൻ RAD സ്റ്റാൻഡ്സ് ഫോർ, RAD എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ അബ്സോർബ്ഡ് ഡോസ് ആണ് കേട്ടോ, റേഡിയേഷൻ അബ്സോർബ്ഡ് ഡോസ്. നെക്സ്റ്റ്, ദ ഏർലിയസ്റ്റ് ഇൻഡിക്കേഷൻസ് ഓഫ് റേഡിയേഷൻ ഡാമേജ് മേ ബി ഡിറ്റക്റ്റഡ് ഇൻ ദ, അതായത് റേഡിയേഷൻ ഡാമേജിൻ്റെ ഏർലിയസ്റ്റ് ഇൻഡിക്കേഷൻ അത് നമ്മുടെ ഏത് സെൽസിലാണ് ആദ്യം കാണിക്കുക എന്നാണ്. നെർവ് സെൽസിലാണോ, സ്കിൻ സെൽസിലാണോ, ബോൺ സെൽസിലാണോ, അതോ ബ്ലഡ് സെൽസിലാണോ? ഇവിടെ കറക്റ്റ് വരെ ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, ബ്ലഡ് സെൽസിലാണ് ആദ്യം കാണിക്കുക. The radiation effects which can be passed on to the offspring or to a later generation of a person receiving radiation. അതായത് നമുക്കൊരു റേഡിയേഷൻ കിട്ടി, അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ആ എഫക്ട്സിനെ നമ്മൾ എന്ത് പറയും, ഫ്യൂച്ചർ എഫക്ട്സ് ആണോ, ജനറ്റിക് എഫക്ട്സ് ആണോ, സൊമാറ്റിക് എഫക്ട്സ് ആണോ, അതോ റേഡിയോ സെൻസിറ്റീവ് എഫക്ട്സ് ആണോ? ജനറ്റിക് എഫക്ട്സ് ആണ് കേട്ടോ, ജനറ്റിക് എഫക്ട്സ്. നെക്സ്റ്റ്, ഇൻ റിലേഷൻ ടു റേഡിയേഷൻ എഫക്ട്സ് MLD സ്റ്റാൻഡ്സ് ഫോർ, MLD മാക്സിമം ലീത്തൽ ഡോസിനെയാണ് നമ്മൾ MLD എന്ന് പറയാം. എന്താണ്, മാക്സിമം ലീത്തൽ ഡോസ്. നെക്സ്റ്റ്, ക്രൊമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ക്രൊമാറ്റോഗ്രഫി ഈസ് എ ഫിസിക്കൽ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് അനലൈസ് എങ്ങനെയുള്ള മിക്സ്ചേഴ്സാണ്, സിമ്പിളാണോ, കോംപ്ലക്സ് ആണോ, വിസ്കസ് ആണോ, അതോ മെറ്റൽസിനെയാണോ? ഇവിടെ കോംപ്ലക്സ് മിക്സ്ചേഴ്സാണ് ക്രൊമാറ്റോഗ്രഫിനകത്ത് വരിക. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ദ സ്റ്റേഷനറി ഫേസ് held in narrow tube and mobile phase is forced through it under pressure. അത് ഏത് ക്രൊമാറ്റോഗ്രഫിനകത്താണ്? അതായത് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ഒരു നാരോ ട്യൂബിനകത്ത് ഉണ്ടാവും, അതിന് മൊബൈൽ ഫേസ് അതിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരും. ഏത് ക്രൊമാറ്റോഗ്രഫിയാണ്? കോളംന് ക്രൊമാറ്റോഗ്രഫിയാണ്, കോളം ക്രൊമാറ്റോഗ്രഫി. In chromatography, the stationary phase can be dash supported on a solid. Stationary phase liquid only, solid only, liquid or gas, solid or liquid. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആവാം? സോളിഡും ആവാം, അല്ലെങ്കിൽ ലിക്വിഡും ആവാം. ഓക്കെ, നമ്മുടെ ക്രൊമാറ്റോഗ്രഫിനകത്ത് മെയിനായിട്ട് എത്ര ഫേസാണ്? 2 ഫേസ്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. അതിനകത്ത് സ്റ്റേഷനറി ഫേസ് സോളിഡോ ലിക്വിഡോ ആവാം, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫേസോ ലിക്വിഡോ ഗ്യാസോ ആവാം. മൊബൈൽ ഫേസ് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം.
Which of the following cannot be used as an adsorbent in column absorption chromatography? ക്രൊമാറ്റോഗ്രഫീൻ്റെ ഒരു ടൈപ്പാണ് ഇത് കോളം അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഒരു അഡ്സോർബൻ്റ് ആയിട്ട് നമ്മുടെ കോളം അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫീനകത്ത് യൂസ് ചെയ്യാത്തത്? അതായത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫീനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് അഡ്സോർബൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മാഗ്നീഷ്യം ഓക്സൈഡ് ഒരു അഡ്സോർബൻ്റ് ആണ്, സിലിക്ക ജെൽ ഒരു അഡ്സോർബൻ്റ് ആണ്, ആക്ടിവേറ്റഡ് അലൂമിനിയം ഒരു അഡ്സോർബൻ്റ് ആണ്. പക്ഷെ എന്തല്ല, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു അഡ്സോർബൻ്റ് അല്ല. നെക്സ്റ്റ്, in column chromatography the stationary phase is made of dash and the mobile phase is made of dash. കോളം ക്രൊമാറ്റോഗ്രഫിക്കകത്ത് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസ് ഓഫ് മെയ്ഡ് ഓഫ് സോളിഡ് ആയിരിക്കും ആൻഡ് മൊബൈൽ ഫേസ് ഇസ് മെയ്ഡ് ഓഫ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഇനി തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫീനകത്താണെങ്കിലോ സ്റ്റേഷനറി ഫേസ് ഏതായിരിക്കും, അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ഏതായിരിക്കും? ഇവിടെ എന്താണ്, സ്റ്റേഷനറി ഫേസ് സോളിഡും നമ്മുടെ മൊബൈൽ ഫേസ് ലിക്വിഡുമാണ്. ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ക്യാൻ ബി പെർഫോംഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വേസ്? ഓൺലി ഇൻ കോളംസ്, ഓൺലി ഇൻ പ്ലെയിൻ സർഫസസ്, എയ്തർ ഇൻ കോളംസ് ഓർ ഓൺ പ്ലെയിൻ സർഫസസ്, നെയ്തർ ഇൻ കോളംസ് നോർ ഓൺ പ്ലെയിൻ സർഫസസ്. ഈ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ കോളത്തിൽ ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിൻ സർഫസിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി പക്ഷേ കോളത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ക്യാൻ ബി പെർഫോംഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി ഇൻ കോളംസ്. നെക്സ്റ്റ്, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ദ സ്റ്റേഷനറി ഫേസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൻഡ് ദ മൊബൈൽ ഫേസ് ഈസ് കമ്പോസ്ഡ് ഓഫ്. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീനകത്ത് മൊബൈൽ ഫേസ് ഗ്യാസ് ആയിരിക്കും, അതുപോലെ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ലിക്വിഡ് ഗ്യാസ് ആണ് കറക്റ്റ് വരിക. In which of the following types of chromatography involves the process where the mobile phase moves through the stationary phase by the influence of capillary action അല്ലെങ്കിൽ ഗ്രാവിറ്റി ആക്ഷൻ? അത് നമ്മൾ പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ പ്ലാനാർ ക്രൊമാറ്റോഗ്രഫിയാണ് കറക്റ്റ് വരിക കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫേസ് സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യും അല്ലേ. അത് എന്തിൻ്റെ ബേസിലാണ്? ക്യാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസോടുകൂടിയാണ് മൂവ് ചെയ്യുന്നത്. അതാണ് പ്ലാനാർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. Next, for the separation of which of the following gas solid chromatography is being used? ഇതിനകത്ത് ഏത് ടൈപ്പ് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്? തെർമലി സ്റ്റേബിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, തെർമലി സ്റ്റേബിൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്, ലോ മൊളിക്കുലാർ വെയിറ്റ് ഗേഷ്യസ് സ്പീഷീസ്. ഇതിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ലോ മൊളിക്കുലാർ ഗേഷ്യസ് സ്പീഷീസ് ഇതാണ് ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയാണ് കേട്ടോ. Which of the following is not a feature of carrier gas used in gas chromatography? ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീനകത്ത് യൂസ് ചെയ്യുന്നുള്ള കാരിയർ ഗ്യാസിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? നോട്ട് എ ഫീച്ചർ. ഇറ്റ് മസ്റ്റ് ബി കെമിക്കലി ഇനേർട്ട് അല്ലെ. കാരിയർ ഗ്യാസ് എപ്പോഴും ഇനേർട്ട് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ദ ഡിറ്റക്ടർ എംപ്ലോയിഡ് അല്ലെ. ഡിറ്റക്ടറിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി പ്യുവർ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി പ്യുവറിനെ പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഷുഡ് ബി ചീപ്പ്. അതുപോലെ തന്നെ നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് കാരിയർ ഗ്യാസിൻ്റെ ഫീച്ചറിലായിട്ട് വരുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ ലിക്വിഡ് സാമ്പിൾസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ കോളം ഇൻ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി? അതായത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിക്കകത്ത് നമ്മുടെ ലിക്വിഡ് സാമ്പിൾസ് എങ്ങനെയാണ് ഇൻജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ത് വെച്ചിട്ടാണ്? മൈക്രോ സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ്. ഈ മൈക്രോ സിറിഞ്ചിൽ തന്നെ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾസിനെ ഇൻജക്റ്റ് ചെയ്യുന്നുള്ളത്. Which of the following is the commonly used support material for the packed column in gas chromatography? പാക്ഡ് കോളം, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയുടെ പാക്ഡ് കോളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ട് മെറ്റീരിയലാണ് ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഏതാണ്? ഡയറ്റോമീഷ്യസ് എർത്ത്. നെക്സ്റ്റ്, ദ വെലോസിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ത്രൂ ദ കോളം ഡിപ്പെൻഡ്സ് ഓൺ ദ. നമ്മുടെ കോളത്തിലൂടെ നമ്മുടെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സ്റ്റേഷനറി ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ മോളിക്യൂളിന് നമ്മുടെ സാമ്പിളിന് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് അത്രക്കൊന്നും ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്, അവർ പെട്ടെന്ന് തന്നെ കുളത്തിൽ നിന്ന് പുറത്തേക്ക് എത്തും. ഇത് കുളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തെത്തും. അല്ലെങ്കിൽ ഇവർക്ക് ഹൈ അഫിനിറ്റി ആണ്, അവർക്ക് നല്ല ഇൻട്രാക്ഷൻ ആണെങ്കിൽ പതിയെ മാത്രമേ നമ്മുടെ താഴേക്ക് എത്തുള്ളൂ. നെക്സ്റ്റ്, ക്രോമാറ്റോഗ്രഫി ഈസ് യൂസ്ഡ് ഇൻ സെപ്പറേഷൻ ഓഫ്. ക്രോമാറ്റോഗ്രഫി എന്തിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻസ്, മെറ്റൽസ്, സാൾട്ട്സ്, പ്ലാസ്റ്റിക്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഏതാണ്? പ്രോട്ടീൻസ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി യൂസസ് ഗ്യാസ് ആസ് എ മൊബൈൽ ഫേസ്? ഇവിടെ ഗ്യാസ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫിക്കകത്താണ്?
ഏതിനകത്താണ്? ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിക്കകത്താണ് അല്ലേ? ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിക്കകത്താണ് നമ്മുടെ ഗ്യാസിന് ഒരു മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഫോർ ദ സെപ്പറേഷൻ ഓഫ് DNA വാട്ട് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ആൻ അഡ്സോർബൻറ്റ്? DNA സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഏത് അഡ്സോർബൻറ്റിനെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്സോർബൻസ് പറഞ്ഞു അല്ലേ? അതിനകത്ത് ഏതാണ് DNA സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൽഷ്യം ഫോസ്ഫേറ്റ്. നെക്സ്റ്റ്, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ TLC ആൻഡ് പേപ്പർ ക്രോമാറ്റോഗ്രഫി ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ക്രോമാറ്റോഗ്രഫി. ഏത് ടൈപ്പ് ക്രോമാറ്റോഗ്രഫിയാണ്? അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയാണ്. പേപ്പർ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫീൻ്റെ എക്സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ ടൈപ്സ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗേഷൻ? സെൻട്രിഫ്യൂഗേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? സെഡിമെൻറ്റേഷൻ. ഓക്കെ, വാട്ട് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗേഷൻ? സെപ്പറേറ്റഡ് ത്രൂ സ്പിന്നിങ്, separate components at higher temperature, separate components at lower temperature, separated through evaporation. Correct ഏതാണ്? Separated through spinning. Who invented centrifugation? G.G. Stokes ആണ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെൻട്രിഫ്യൂഗേഷൻ ഇൻവെൻറ്റ് ചെയ്തതാണ് G.G. Stokes. What is the other name of zonal centrifugation? zonal centrifugation മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ വരിക ഏതാണ്? ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സെൻട്രിഫ്യൂഗേഷൻ ആർ കറക്റ്റ്? പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം എ സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ദെയർ സൈസ് അല്ലേ? സൈസിനേതായിട്ടാണ്. പാർട്ടിക്കിൾസ് ആർ നോട്ട് സെപ്പറേറ്റഡ് ഫ്രം എ സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ്. അപ്പോൾ ഇത് ഫാൾസ് ആണ്. ഷേപ്പിൻ്റെ ബേസിലും നമ്മുടെ സെൻട്രിഫ്യൂഗേഷനകത്ത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫാൾസും ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ഫോർ സെഡിമെൻറ്റേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്? RBCസിൻ്റെ സെഡിമെൻറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സെൻട്രിഫ്യൂജ് ആണ്? ലോ സ്പീഡ്, ഹൈ സ്പീഡ്, അൾട്രാ സെൻട്രിഫ്യൂജ്, വാക്യൂം സെൻട്രിഫ്യൂജ്. ഏതാണ്? ലോ സെൻട്രിഫ്യൂജ് ആണ്. ലോ സ്പീഡാണ് കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജസ്? ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പീഡും ടെമ്പറേച്ചറുമാണ്. സ്പീഡും ടെമ്പറേച്ചറുമാണ്. വാട്ട് ഈസ് ദ ഫിക്സ്ഡ് ആംഗിൾ ഓഫ് റോട്ടേഴ്സ് ഇൻ സെൻട്രിഫ്യൂജ്? സെൻട്രിഫ്യൂജിനകത്തുള്ള റോട്ടേഴ്സിൻ്റെ ഫിക്സ്ഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 14 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി ആണ്. ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി എന്താണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ട്. നമുക്കിന്ന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.